ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സർ ഉണ്ടാക്കിയാലോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മുടെ ബോംബെ മിക്സർ അതെങ്ങനെ ഉണ്ടാക്കാം, വളരെ എളുപ്പമാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു അളവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഈ പറയുന്ന അളവാണെങ്കിൽ കൃത്യമായിരിക്കും. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുത്ത് അത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കളറിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ കളർ ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ ഉപയോഗിച്ച് ചെയ്താൽ മതി. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും അല്ല ചേർത്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചിട്ട് ചേർത്താൽ മതി, കാരണം പെട്ടെന്ന് ലൂസായി പോകും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കൈ കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മാത്രം, നിർബന്ധമില്ല. ഇനി അഥവാ കുഴക്കാൻ വല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കളറൊക്കെ ഒന്ന് കളർ കൈയൊന്ന് പിടിക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു മിക്സർ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടൊരു മിക്സറുമാണ്. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള അച്ച് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതിനകത്ത് കിട്ടുന്ന അച്ചില്ലേ, വളരെ നൈസായത്. അത് ഈ ഒരു ഹോള് ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ അത്ര നന്നായിരിക്കും. ഇതിനകത്ത് ഇത്രയും ചെറുത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതിനകത്ത് ഇതേ കിട്ടണമെന്ന് തോന്നുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഇട്ടിട്ട് നമുക്ക് സാധാരണ നമ്മൾ നൂൽപുട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് ആക്കിയെടുത്താൽ മതി. നമ്മളെടുത്ത മാവ് കൃത്യമായിട്ട് ഒറ്റ പ്രാവശ്യം ഫില്ല് ചെയ്യാൻ തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മളത് ഫില്ല് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അതേപോലെ നമ്മൾ ജസ്റ്റ് നോക്കുക വരുന്നുണ്ടോയെന്ന്, എന്നിട്ട് അവിടെ വെക്കുക. ഇനി അടുത്ത പരിപാടി നമ്മൾ അതിലേക്ക് ഇടുന്ന ആ കറുത്ത സംഭവം അത് മുതിരയാണ് കേട്ടോ. ഇത് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായ ശേഷം നമ്മുടെ മാവില്ലേ, ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് അത് ഇതിലേക്ക് ഇങ്ങനെ വട്ടം ചുറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ നൂൽപുട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് കരിഞ്ഞ് പോവാതെ സൂക്ഷിക്കുകയും വേണം. കാരണം അധികം കനം കുറച്ചിട്ടുള്ള നൂലല്ലേ, പെട്ടെന്ന് ആവും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ വീതിയുള്ള ഒരു പാനാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത്യാവശ്യം ആഴമുള്ളതൊക്കെ ആണെങ്കിൽ ഒരുപാട് പോവുകയും ചെയ്യില്ല, കട്ടിയായി നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ വീതിയുള്ളതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും. നമ്മൾ ജസ്റ്റ് പപ്പടക്കോല് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തിരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ. പപ്പടക്കോലിങ്ങനെ കുത്തിയെടുത്താൽ മതി, പോന്നോളും. കാരണം എല്ലാതും ഒന്ന് ചൊട്ടിക്കിടക്കല്ലേ കാരം. അതുകൊണ്ട് പെട്ടെന്ന് പോരുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കരിയാതെ പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ നമുക്ക് വട്ടം ചുറ്റിച്ച് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമാണ് എനിക്കിതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും അഭിപ്രായങ്ങളായിട്ട് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. കാരണം ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് അപ്പുറത്തേക്കൊന്ന് പോയി ആ സമയം കൊണ്ടൊന്ന് ജസ്റ്റ് ചെറിയ കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ അത് നമ്മളെടുത്ത് അവസാനത്തെ ട്രിപ്പ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ മാവിൻ്റെ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്തത് ചെയ്യാം കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ മുതിര നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അത് വെള്ളത്തിലിട്ട് വെക്കുക. മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ. നമ്മളിത് വെള്ളമൊക്കെ പോയ ശേഷം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ സമയത്ത് നിറയെ ഇങ്ങനെ പത പൊങ്ങി വരും, നമ്മളെ മുതിരയൊന്നും കാണില്ല. പിന്നെ അത് താഴെ കുറഞ്ഞു വരും, അപ്പോൾ നമ്മളെ മുതിര കാണും. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നമ്മൾ നേരത്തെ മാവിൻ്റെ പോലെ കുറച്ച് സമയമുണ്ട്. പെട്ടെന്ന് നിങ്ങൾ എന്താ ഫ്രൈ ആവാത്തൊന്നും കരുതണ്ട. ഒരു 5 മിനിറ്റ് കഴിയിട്ടോ. പക്ഷെ കരിഞ്ഞു പോവരുത്, സൂക്ഷിക്കണം. ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുത്തിട്ട് നമ്മൾ തൊട്ട് നോക്കിയാൽ മതി, ഇത് കടിച്ച് നോക്കിയാൽ മതി, വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഈ മുതിരക്ക് പകരം നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ എന്ത് ചെയ്യാം, ചെറുപയർ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ചെറുപയർ കുറച്ചധികം സമയം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി. വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നന്നായി വെള്ളത്തിലിട്ടിട്ട് നന്നായി കുതിരണം. അതിനുശേഷം ഈ മുതിരക്ക് പകരം അത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അതും ടേസ്റ്റ് തന്നെയുണ്ട്. ഇനി ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റം നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇല്ലാതെ നമ്മൾ മിച്ചമല്ലല്ലോ, അതല്ലേ നമ്മളതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അത്യാവശ്യം കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ടുള്ളൂ. ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ കറിവേപ്പിലയും കരിയാതെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം.
നമുക്ക് മിക്സറിന് വേണ്ട സംഭവങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മിക്സറായി. കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ, അപ്പോൾ കൂടുതലൊരു ഫ്ലേവർ കിട്ടും. ഇനി എന്ത് ചെയ്യാം, ഇനി നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്നു. ഇതിങ്ങനെ ഒരുപാട് പൊടിക്കണ്ട, കാരണം ഒരുപാട് പൊടിച്ചാൽ മുഴുവനായിട്ട് നൈസായി പൊടിഞ്ഞു പോകും. പിന്നെ കറിവേപ്പില നമ്മളെ മുതിരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാധാ ഉപ്പ് തന്നെയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ അതിൻ്റെ ടേസ്റ്റിന് ഇത് ഉപയോഗിക്കുന്നത് ബ്ലാക്ക് സാൾട്ടാണ്, പക്ഷേ അതിപ്പോൾ നമ്മൾ സാധാരണ സാൾട്ട് ഉപയോഗിച്ചാൽ മതി, നമുക്ക് കഴിക്കാനല്ലേ. അങ്ങനെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം മറക്കരുത്. താങ്ക് യു.